ഇങ്ങോട്ടടി എത്താത് തിരുമ്പിയതട ഇതട ഈ നീലമേച്ചിന്റെ ഇവിടുന്ന് ആ കറ പോയിട്ടില്ല. എന്ത് തിരുമ്പലാ തിരുമ്പീണ്? ഇനി മേലാൽക്ക് ഇന്റെ തുണി കുപ്പായെന്നല്ല ഇവിടെ ഒരാളെ തുണി കുപ്പായ തിരുമ്പരുത്. ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ തിരുമ്പ എനിക്കറിയാം. എന്റെ മോന്റെതും പേരക്കുട്ടികളതും ഇന്റെതൊക്കെ ഇത് കണ്ട ചളി. ഒന്നും കൂടി തിരുമ്പണ്ട. ജിഞ്ഞി ഈ പണി ഇവിടെ എടുക്കരുത്. അതാ ഞാൻ ഈ പറയണത്. എന്ത് പറഞ്ഞാലും പെണ്ണ് മുണ്ടാതെ നിൽക്കൂ. ചോറ് കൂട്ടാനൊക്കെ കഴിക്കണോന്നാവാ ഇനിയിപ്പോ. അറിയായാ എത്ത ഈ ചാറിന്റെ ഒക്കെ ഇതിങ്ങനെ തൊള്ളീക്കൊന്ന് വെക്കാൻ പറ്റൂലട്ടോ. എന്റെ ഗ്യാസ് കളയാനായിട്ട് നോക്കി എന്നോട് ഞാൻ പറഞ്ഞു ഇമ്മാതിരി കറി ഒന്നും ഇവിടെ ഉണ്ടാക്കരുത് എന്നിട്ടാ. ഇത് തൊള്ളിക്ക് വെക്കാൻ പറ്റൂടി. ഇതൊന്നും പാകത്തില്ല. പുളി ഏറെയാണേല്, എരു ഏറെയാണ്, ഉപ്പാണെങ്കിൽ തീരില്ല. ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചാനായി അടുക്കളയിൽ കയറണ്ട്. ഇനി മേലാൽക്ക് ഇജ്ജ് ഇവിടെ ഒരു കറി ഉണ്ടാക്കണ്ട. ഇന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. അങ്ങോട്ട് മാറാവുന്നത് ഓ. പുറത്തുക്കോ അമ്മ ഇവിടുന്ന് കടിയോടി പറയാന് ആ നമ്മ പിന്നെ അറിയില്ലേ. എന്റെ കൂട്ടുകാരത്തിന് വീട്ടിക്കാ ഒന്നരക്ക എനിക്ക് കയ്യൊക്കെ പേടിയാണ്. ആലാണെങ്കിലും പണം ചിത്ത വെക്കും. അല്ലേ തന്നെ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞിട്ട് സമ്മതിക്കും. എനിക്കൊരു സ്നേഹം നടക്കില്ല മോനെ. അമ്മോട് പണി തുടക്കലും കൊഞ്ചലും എല്ലാം കൂടി നിങ്ങളിപ്പോ നടാടെ കാണല്ലേ. നല്ലോണം കെട്ടിക്കൊടുന്നതല്ലേ അന്യോ അനിയും കൂടി അല്ലേ. എത്തടി എനിക്ക് അവിടെ എത്ര പറഞ്ഞാൽ ഈ തുടക്കുക, അടിച്ച, പാത്രം മോറുക, തിരുമ്പുക, എന്നാ അതൊക്കെ എടുത്ത് തരുമോ? അത് ചോദിച്ചില്ല. ഒരു പണി എടുത്താൽ നന്നാവൂല്ല. എന്നാ എല്ലാ പണി എടുക്കും ചോദിച്ചു. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടാ. ഈ മേലാൽക്ക് ഇവിടെ അടുക്കളയിലും കയറരുത്, തിരുമ്പാനും ഇവിടെ തുടക്കും ചെയ്യരുത്. ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. ഇനി പിന്നെ കൂടെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അടുത്ത പേര് തോളെ വിളിച്ചോണ്ട് വിലാസിനെ വിളിച്ചോണ്ട് ട്ടാ. ഈ പണിയൊന്നും ഇവിടെ എടുക്കണ്ട. പോയവിടെ പാട്. എന്തൊരു പണ്ണാണിത്, എത്ര പറഞ്ഞാലും കേൾക്കാത്ത. എന്താ മങ്ങളിങ്ങനെ ഒരു സംഗതി ഒരു കാര്യം ഓള് ചെയ്താൽ നിങ്ങളൊരു നല്ല പറയും. ഓൾ എന്ത് കാര്യം ഇവിടെ ശരിക്കും ചെയ്യാത്ത തോത്തണതോ തുടക്കണതോ അലക്കണതോ എന്താ വൃത്തിയാക്കാതെ ചെയ്യണത്. ഓളിന്നല്ല എല്ലാ പണി എടുക്കണം. നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഒരു സൗകര്യം കൊടുക്കാതെ എപ്പോഴും ഇങ്ങനെ അതും പറഞ്ഞു പോകണം. ഓള് തുടക്കണതുകൊണ്ടും അടിച്ചണതുകൊണ്ടും വൃത്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറയണത്. പിന്നെ എന്താ വെറുതെ ഓക്കൊരു വയ്യായി ഉണ്ട്, അത് എനിക്കറിയോ. ഓള് മിഞ്ഞാന്ന് ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ ഡോക്ടർ ഓക്ക് ഊരവേദനക്ക് ഒരു ബെൽറ്റ് വാങ്ങാൻ പറഞ്ഞു. അത് ഇജ്ജ് വാങ്ങി കൊടുത്തോ? ബെൽറ്റ് അല്ല എപ്പോഴും വാങ്ങിക്കൂടെ? ആ എന്നാ ഓളെ അന്തിക്ക് നിരങ്ങണതും മുകളിനൊക്കെ ഞാനാ കേൾക്കണത്, ഇജ്ജല്ല. ഇജ്ജാട് ചെന്നാട് ഹാച്ചിട്ട് കിടന്നുറങ്ങും. പിന്നെ കേൾക്കണത് മുഴുവനും ഞാനാണ്. എനിക്കറിയാം ഓക്ക് തീരെ വെജാന്നുള്ളത്. ഓള് ചെയ്യണ എല്ലാ പണികളും നല്ല രീതിക്ക് തന്നെ ഓള് എടുക്കണത്. ഓളെ എൻ്റെ മരുവോളല്ലടാ, എൻ്റെ മോളാണത്. എനിക്ക് ഓളോട് ഒരുപാട് സ്നേഹമാണ്. ആ സ്നേഹം കാരണം ഞാൻ അതൊക്കെ പറയണത്. ഇങ്ങനെയൊന്നും അല്ലാതെ നല്ല മട്ടത്തിൽ ഓളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ചീത്ത പറഞ്ഞാൽ ഓള് കേൾക്കുള്ളൂ. നല്ല മട്ടത്തിൽ ഞാനത് പറഞ്ഞാൽ പിന്നെയും ഓൾ അത് ചെയ്തു കൊടുക്കും. ചീത്ത പറഞ്ഞാൽ ആ സുഖം നോക്കില്ല. അതൊന്നും ഓള് കേൾക്കൂല. ഓള് എടുക്കേണ്ട പണി എടുത്ത് കഴിഞ്ഞാലേ ഓൾ ആ സുഖം തേടുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞാലൊന്നും ഓള് കേൾക്കൂല. നല്ല മടത്ത് പറഞ്ഞാല് മനസ്സിലായ എനിക്ക്. എനിക്ക് ഓളോട് സ്നേഹം ചാങ്ങിയിട്ടൊന്നുമല്ല. എനിക്ക് ഓളോട് നല്ല സ്നേഹമാണ്. ഇതെന്താ വിചാരിച്ചിട്ടുണ്ടത് ഞാൻ ഓളോട് കിബർ കുത്തുകയാണെന്നോ? ആ മാതിരി കിബറൊന്നും എനിക്കില്ല. എൻ്റെ കുട്ടിയാണത്. ഇത് പോയിക്കാണ്ട് ഓളോട് പോയി പറയാൻ നിൽക്കണ്ടട്ടാ. ഞാൻ പറഞ്ഞു